വെൽക്കം ടു ആനീസ് കിച്ചൻ. ഇപ്പം എന്നാ വിശേഷം പറയാനല്ലേ, വിശേഷം ഇപ്പം പറയാമെന്നെങ്കിൽ തന്നെ ഇപ്പം എനിക്ക് എന്നാ പറയുന്നത്, എൻ്റെ സൗണ്ടൊക്കെ മാറിയില്ലേ, നല്ല ജലദോഷമാണ്. എന്നാന്നറിയോ, ഇച്ചിരിയൊക്കെ മഴ നനഞ്ഞിട്ടുണ്ടേ. പിന്നെ എന്നാ പറയുന്നത്, മഴ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ വീട്ടമ്മമാരാണ് കൂടുതലും. മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും മഴയെ പറ്റി ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാ മഴയായത്, ഒന്ന് നിന്നിരുന്നേലൊന്ന് തുണി ഉണക്കായിരുന്നു, മറ്റാ മറിച്ചാന്ന്. അഥവാ മഴ ഇല്ലെങ്കിലോ നമ്മൾ മഴയെ ചീത്ത പറയും. എന്നാ പറയും, ഒന്നും പെയ്തിരുന്നെങ്കിൽ ഈ ചൂടൊന്ന് കുറയുമെന്നല്ലേ. ഇതെന്നാ ചെയ്താലും കുറ്റത്തോടെ കുറ്റം തന്നെയാണ്. ഈ മഴ സമയത്ത് ഇനിയിപ്പോൾ ഈ കൊച്ച എന്നതായി ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ നോക്കുന്നേ. എന്നാന്നറിയോ, മഴ സ്പെഷ്യൽ എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സ്പെഷ്യലല്ല, പക്ഷെ നമ്മളെപ്പോഴും ദിവസവും നമ്മളിവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയില്ലേ. ഇതെന്നാ ശരിക്കും ഒരു നാടൻ ചിക്കൻ കറിയാണ്. അതെന്നാന്നോ, നാടൻ എന്ന് പറയാൻ കാര്യം നമ്മൾ മിക്കപ്പോഴും ഉരുളിയിലിട്ടോ അല്ലെങ്കിൽ എണ്ണയിൽ ഒരു ചീനച്ചട്ടിക്കകത്തിട്ടേച്ചൊക്കെയാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന തനി നാടൻ ചിക്കൻ കറി നമ്മുടെ മീൻ ചട്ടിക്കകത്തോട്ടാണ് വയ്ക്കാൻ പോകുന്നത്. ഈ ചിക്കൻ കറി എന്നെ പഠിപ്പിച്ചതാരാന്നറിയോ, ഏട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അബ്ദുൾ റസാഖ് എന്നാ പേര്. അദ്ദേഹത്തിൻ്റെ വൈഫ് സ്റ്റെല്ല. അവർ രണ്ടുപേരും പണ്ട് നല്ല വോളിബോൾ പ്ലേയേഴ്സ് ആയിരുന്നു, അറിയാം, ടോപ്പ് നമ്പർ 1 പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ശരിക്കും ഒരു മൂത്ത സിസ്റ്റർലി എഫെക്ഷനാണ്. അതുകൊണ്ട് ഞാൻ ശരിക്കും മമ്മി 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 എന്നാണ് വിളിക്കുന്നത്. കൈപുണ്യത്തിനാണെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റാട്ടോ. ചേച്ചി എന്നെ ഇത് പഠിപ്പിച്ചതാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു നല്ലൊരു കറിയും ഒക്കെ ഞാൻ ഇപ്പം നമ്മളെല്ലാം ഒരു ടീമല്ലേ, അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്കും കൂടെ ഞാൻ പറഞ്ഞു തരണ്ടേ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ചട്ടിക്കകത്ത് മീൻകറി ആയാലും ഇറച്ചിക്കറി ആണെങ്കിലും വെക്കുകയാണെങ്കിലും ഉണ്ടല്ലോ, ഏറ്റവും ടേസ്റ്റാണ്. നമ്മൾ ചീനച്ചട്ടിയൊക്കെ എടുത്ത് മാറ്റും. ഫസ്റ്റ് പ്രിഫറൻസും ചട്ടിക്കേ കൊടുക്കുകയുള്ളൂ. ഇനി നമ്മൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് ഫസ്റ്റ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതിപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോ ചിക്കനാണ്. അത് ഒത്തിരി വലുപ്പമല്ല, എന്നാൽ മീഡിയം സൈസായിട്ട് എടുത്ത് വെച്ചേക്കുന്ന, കഴുകി വൃത്തിയാക്കി നല്ലൊരു കുഞ്ഞ് മീഡിയം സൈസായിട്ടുള്ള 1 കിലോ ചിക്കൻ. നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് ഇപ്പം എന്നെ വഴക്ക് പറയും, പക്ഷെ എന്നാലും നമുക്ക് ചെറിയ ഉള്ളി ഇല്ലാതെ ഒക്കത്തില്ല. ചെറിയ ഉള്ളി 1 ബൗള്. പിന്നെ വേണ്ടിയത് നമുക്ക് 1 സവാള മതി, ഒരു വലിയ സവാള മാത്രം. അതായത് 1 കിലോ ചിക്കന് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്. പിന്നെ കറിവേപ്പില, നാടൻ ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ കറിവേപ്പില ഇല്ലാതെ എന്നാ കളിയാ അല്ലേ. പിന്നെ ഇതിനകത്ത് 1 കിലോ ചിക്കന് വേണ്ടിയതാ. അതിന് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ 8 വറ്റൽമുളക് തന്നെ വേണം. ഇത് കാശ്മീരി മുളകല്ല. പിന്നെ കുറച്ച് മല്ലിയില ഫ്ലേവേർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടിയത് നമ്മൾ തേങ്ങാക്കൊത്ത, അത് എന്നാ പറയുന്നത്, തേങ്ങയുടെ 1 മുറി എടുത്തിട്ട് ചെത്തിയേക്കുന്നതാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി. ഈ ഇഞ്ചി ഇപ്രാവശ്യം നമ്മൾ ചതച്ചല്ല വെക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത് എത്ര അളവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ കുടമാണെങ്കിൽ അത് ഫുൾ എടുത്തേക്കുക. പിന്നെ ഉപ്പ്, അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ചാൽ മതി. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് എത്രയാണ് വേണ്ടിയതെന്ന് വെച്ചാൽ ഒരു 2.5 ടേബിൾ സ്പൂൺ തന്നെ വേണം. പിന്നെ നമ്മൾ മറ്റേ മുളക് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ 1 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, ബാക്കി 1.5 സ്പൂൺ കാശ്മീരി മുളക് ഇട്ടാൽ മതി. അപ്പം നല്ല നിറവും എരിവും കിട്ടും. പിന്നെ ഉള്ളത് മല്ലിപ്പൊടിയാണ്, 1.5 സ്പൂൺ ടേബിൾ സ്പൂൺ തന്നെ വേണം. പിന്നെ വേണ്ടിയത് പെരിഞ്ജീരകം, ഇത് പൊടിച്ചു വെച്ചേക്കുക. പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ നിറച്ച് വേണം. പിന്നെ ഉള്ളത് ഉലുവയാണ്. ഉലുവ എന്നാത്തിനാണെന്നറിയാമോ, ശരിക്കും പറഞ്ഞാൽ മീൻകറിക്കല്ലേ നമ്മൾ ഉലുവ എടുക്കുന്നത്. പക്ഷേ ഇതിന് നമ്മൾ കടുകിന് പകരം ഇപ്രാവശ്യം നമ്മൾ ഉലുവ ഇട്ട ഇറച്ചിക്കറി വെക്കുന്നത്. അത് എന്നാ പറയുന്നത്, ഉലുവ ഇട്ടാൽ എങ്ങനാ പോലെ ഇരിക്കും എന്നൊക്കെ തോന്നത്തില്ലേ, പക്ഷെ ഒന്നും തോന്നണ്ട, അത് നല്ല രുചി തന്നെയാണ്. പിന്നെ നമ്മുടെ സ്പൈസസ് എന്നാന്ന് വെച്ചാൽ പട്ട 1 കഷ്ണം മതി. ഏലക്ക കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നാന്നോ, ഏലക്കായുടെ ഫ്ലേവറും എന്നാ പറയുന്നത്, അതിൻ്റെ ഗുണവും കുഴപ്പമൊന്നുമില്ല. ഒരു 7-8 ഏലക്ക ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം 1 കിലോ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഈ കമ്മലിടുവാണെങ്കിൽ, അതായത് തക്കോലം ഇടുവാണെങ്കിൽ 1 കിലോ ചിക്കൻ ആണെങ്കിൽ നമ്മൾ 2 തക്കോലം ഇടണ്ടേ. പിന്നെ വേണ്ടിയത് ഗ്രാമ്പു, അതും ഒരു 5-6 എണ്ണം ഗ്രാമ്പു. ഇത്രയേ ഉള്ളൂ ഇതിന് വേണ്ടിയ സാധനങ്ങൾ. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് എന്നാ പറയുന്നത്, നമ്മുടെ ചട്ടി വലിയ ഫ്ലെയിമിൽ തന്നെ വെക്കാം.
ഈ ചിക്കൻ കറി വെക്കുമ്പോൾ എന്നാണെന്നറിയാവോ, നമ്മൾ ശരിക്കും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്നാന്ന് വെച്ചാൽ നാടൻ ചിക്കൻ കറിയല്ലേ, അപ്പം നമ്മുടെ നാട്ടിൽ വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും നമുക്ക് പ്രകൃതി തന്നേക്കുന്നതും വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും സ്വാദ്. ഇതിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഓഫ് എണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ സ്പൂണിൻ്റെ അളവ് തന്നെ ആയിരിക്കുകയല്ല നിങ്ങളുടെ. ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം എണ്ണ നല്ല ചൂടായി, അതിനകത്തോട്ട് ഇച്ചിരി. ഇനി ഈ ഉലുവ ഒന്ന് പൊട്ടണം, അത്രയും നേരം ഒന്ന് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇച്ചിരി ഒന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എണ്ണ നല്ല ചൂടായി, ഉലുവ ഇച്ചിരി ഒന്ന് പൊട്ടുക. അന്നേരം എണ്ണ എടുക്കണമെന്നറിയാവോ, നമ്മുടെ വറ്റൽ മുളക് അത് ഇച്ചിരി അങ്ങോട്ട് കീറിയിടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി അങ്ങോട്ട് പൊട്ടിച്ചിട്ടേച്ചാൽ മതി. 8 പച്ചമുളകല്ല വറ്റൽ മുളകും ഇടണം അതിനകത്ത്. ഈ വറ്റൽ മുളക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു പിടി തേങ്ങാക്കൊത്ത്. തേങ്ങായും വറ്റൽ മുളകും ഒക്കെ കിടക്കുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഒരു ഇച്ചിരി കറിവേപ്പില ഇടാൻ തോന്നുക, പക്ഷേ ഇടാട്ടോ. തേങ്ങ കുറച്ചൊന്ന് മൂക്കണം, അതാ പരുവം. അതെന്ന് വെച്ചാൽ ഇച്ചിരി ഒരു ബ്രൗൺ, അതായത് ആ പച്ച ആ ഒരു എന്നാ പറയുന്നത്, തേങ്ങ തിന്നുമ്പോൾ ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ ഒക്കെ ഇല്ലേ, ആ അതൊന്ന് മാറിയേച്ചാൽ മാത്രം മതി. ഇപ്പം തേങ്ങ കുറച്ച് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി എന്നാന്നറിയാം, ഒത്തിരി മൂപ്പിക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ നമുക്കിനി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാനില്ലേ, അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി അങ്ങ് മൂത്തോളും. ഇനിയിപ്പോൾ എന്നാ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ സവാള മാത്രം മതി. ഈ സവാള ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും കനം കുറച്ച് അരിയാവെങ്കിൽ അത്രയും നല്ലതാണ്. കാര്യം എന്നാണെന്നറിയാവോ, വഴറ്റാനൊക്കെ ഒത്തിരി എളുപ്പമാണ്, അത് മൂത്ത് കിട്ടാനും ഒക്കെ എളുപ്പമാണ്. സവാള ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് ഒരു സവാള 1 കിലോയ്ക്ക് ഞാൻ പറഞ്ഞേക്കുന്നത്. അതേപോലെ ഒരു ബൗള് ചെറിയ ഉള്ളി 2ആയിട്ട് കീറി വെച്ചത്, ഒരു ബൗള് ചെറിയ ഉള്ളിയും കൂടെ ഇടണം. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേ. പിന്നെ ഇനി ഞാൻ എന്നാ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി ഒരു കഷ്ണം നീളത്തിലരിഞ്ഞതാ. ഇഞ്ചി അരച്ചിട്ടാലും കുഴപ്പമില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാലും കുഴപ്പമില്ല. പക്ഷേ ചതച്ചിടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ രുചി വരുന്നത് എന്നാ പറയുന്നത്, അരിഞ്ഞിടുമ്പോഴാന്നാ പറയുന്നത്. ഇനി ഒരു കുടം വെളുത്തുള്ളി, ഇതിപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണ്, ഞാൻ വലുതാണെങ്കിൽ ഒരു കുടം എന്ന് പറയുമ്പോൾ ഒരു വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 ചുള മതിയാവും. ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഒരു കുടം മുഴുവനും എടുത്തു, അത് 2ആയിട്ട് കീറിയിട്ടേക്ക്. ഈ ഉള്ളി വഴറ്റാൻ കുറേ സമയം എടുക്കും, അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടേക്കുന്നത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളി നേരത്തെ ഇടുന്ന എന്നാത്തിനാണോ അതിനും ഇച്ചിരി കമർപ്പുണ്ട്, അതും എല്ലാം നമുക്ക് മൂത്ത് അതിൻ്റെ ആ പച്ചച്ചൊവ്വയെല്ലാം മാറണം. ഇത് മൂക്കുന്ന സമയത്ത് ഞാൻ ഇനി അരയ്ക്കാനുള്ള കുറച്ച് അതല്ല ഇതിനകത്തോട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ, പക്ഷെ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിലുള്ള ഒരു ഗുണം എന്താണെന്നറിയോ, നമ്മൾ ഉണ്ടാക്കുന്ന ആ ചിക്കൻ കറിയുടെ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് കിട്ടും. നമ്മൾ വഴറ്റാനിട്ടില്ലേ ചെറിയ ഉള്ളി, അതിനകത്ത് നിന്ന് ഒരു 2-3 ഉള്ളി അത് അരയ്ക്കാനിങ്ങനെ എടുക്കുക. അപ്പം എന്നാണെന്നറിയോ, ആ ഉള്ളിയുടെ ആ ഒരു പച്ചച്ചൊവ്വയെല്ലാം മാറി നല്ലതായിട്ട് വഴന്ന് കിടക്കുന്ന ഒരു സമയമാണ്. അപ്പം എന്നാണെന്നറിയോ, നല്ലതാണ്. 2-3 ചെറിയ ഉള്ളി നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നതിന് എടുക്കുക, എന്നിട്ട് നമ്മുടെ മിക്സിയിലേക്ക് വെക്കുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞൾപ്പൊടി ആസ് യൂഷ്വൽ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂണാണ്, 1/2 ടീസ്പൂൺ. ഇനി വേണ്ടിയത് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതിന് ഒരു 2.5 സ്പൂൺ മുളക് പൊടി. ടേബിൾ സ്പൂണിന് 2.5 സ്പൂൺ. ഇത് മല്ലിപ്പൊടി 1.5 സ്പൂൺ. പിന്നെ വേണ്ടിയത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഈ പറഞ്ഞ പോലെ നല്ല ഒരു വലിയ സ്പൂൺ തന്നെ വേണം.
പിന്നെ വേണ്ടിയതാണ് നമ്മുടെ മസാല എത്രയാണെന്ന് വെച്ചാൽ പട്ടയൊക്കെ ആണെങ്കിൽ ചില പട്ടയൊക്കെ ആണെങ്കിൽ ഒത്തിരി വണ്ണം കൂടിയതായിരിക്കും, അപ്പോൾ അതെടുക്കരുത്. ഒരു ചെറിയ കഷ്ണം പട്ട ഒരെണ്ണം മതി, അതിനെ അങ്ങോട്ട് ഒടിച്ചിട്ടുക. പിന്നെ ഏലക്ക, ഇതിനകത്തോട്ട് ഒരു 2 പൂവ്. 1 കിലോ എപ്പോൾ ഏത് ഇറച്ചി എടുത്താലും 1 കിലോ കണക്കാണെങ്കിൽ 2 കമ്മല അതിൻ്റെ അളവ്. പിന്നെ വേണ്ടിയ ഗ്രാമ്പു, ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം. നമ്മുടെ അരപ്പ് നല്ല അസലായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ പൊടി ഇടുമ്പോൾ ശരിക്കും നല്ലതായിട്ട് അരയും, പക്ഷേ എന്നാലും നമ്മുടെ ഉള്ളി ഒക്കെ ഇടുമ്പോഴത്തേക്ക് അതിനൊരു തിക്നെസ് നമ്മൾ സാധാ ഡിഫറൻസ് നോക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ശരിക്കും ആ ഡിഫറെൻ്റ് ആയിട്ട് ഇട്ട് നോക്കിയേ, പൊടിയായിട്ടിട്ടും ഇങ്ങനെ അരച്ച് നോക്കി ആ ഡിഫറൻസ് അറിയാൻ പറ്റും. ഇപ്പം ഏകദേശം നമ്മുടെ ഉള്ളി മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഇപ്പം അരപ്പ് നമ്മൾ നല്ലതായിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി എന്നാന്നോ ഇതിനകത്തോട്ട് നമ്മുടെ ആ മിക്സി അങ്ങോട്ട് കഴുകി ഒഴിക്കുക. ബാക്കി അരപ്പല്ലേ അതങ്ങോട്ട് കഴുകി ഒഴിക്കണം. കഴുകി ഒഴിക്കുമ്പോഴത്തേന് ഇതിനകത്തോട്ട് ഇച്ചിരി എന്നാ പറയുന്നത് വെള്ളം വരത്തില്ലേ, ഈ വെള്ളത്തിനകത്ത് കിടന്ന് ഈ ഉള്ളിയെല്ലാം നല്ലതായിട്ട് അങ്ങ് വേവുകയും ചെയ്യും. അതും മാത്രമല്ല നമ്മുടെ മസാലകളൊക്കെ ഒന്നുകൂടെ ഒന്ന് എന്നാ പറയുന്നത് ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറും. മാത്രമല്ല ഇത് എന്നാ പറ്റുന്നതറിയോ, ഈ വെള്ളം അങ്ങോട്ട് വറ്റി കഴിയുമ്പം മസാല മുഴുവൻ വേവും. വെള്ളവും വറ്റി കഴിയുമ്പം താനെ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞ് വരും. അതാ അതിൻ്റെ ആ കണക്ക് അങ്ങനെ. ഇത് നമ്മൾ ഇട്ടേക്കുന്ന എല്ലാം മൂത്ത് വന്നു, ഇനി അടുത്ത ചിക്കൻ ഇടാം എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു എന്നാ പറയുക സിറ്റുവേഷൻ അങ്ങനെയാണ്. എണ്ണ തെളിയണം. ഇപ്പം നമ്മുടെ എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞു വന്നു, നമ്മുടെ ഇട്ട അരപ്പുകളെല്ലാം നല്ലതായിട്ട് അങ്ങ് മൂത്തു. ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് ഇടണം. നമ്മളിതെല്ലാം ചേർത്തു. ഇനിയിപ്പോൾ നമ്മൾ എന്നാന്നറിയോ, ഒരു കാര്യം മാത്രം ചേർത്തിട്ടില്ല, നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടണം. കാര്യം എന്നാന്നറിയോ, ഇപ്പോൾ ഇട്ടെന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിക്കനകത്തോട്ട് ആ അരപ്പും എല്ലാം പിടിക്കുമല്ലേ, അപ്പോൾ ഈ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ ഇറങ്ങുകയും ചെയ്യും. പിന്നെ ഈ ഇറച്ചി നല്ലതായിട്ട് നമ്മൾ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചിക്കകത്ത് ബേസിക്കലി കുറച്ച് വെള്ളമുണ്ട്, പക്ഷെ നമുക്ക് ആ വെള്ളം പോരാ. അതിനകത്ത് നിന്ന് കുറച്ചുകൂടെ ഒക്കെ വെള്ളം ഊറണം എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ എന്നാ പാടെന്നറിയാവോ, പിന്നെ അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് വെള്ളം ഊറാൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മളങ്ങോട്ട് ഗ്യാസ് കൂട്ടി വെച്ചേച്ച് അത് വറ്റിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഇറച്ചിയൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ചാൽ മതി, വെള്ളം ഊറാൻ വേണ്ടി മാത്രം ഒഴിച്ചേച്ചാൽ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമ്മുടെ ചിക്കൻ നല്ലതായിട്ടൊന്ന് വേവണം. നമ്മുടെ എന്നാ പറയുന്നത് ആ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, നല്ല ആവി വരുന്നുണ്ട്. ഇത് അങ്ങോട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ എന്നാ മണാന്ന് നോക്കി. ഇപ്പം നല്ലതായിട്ട് വെള്ളം നല്ലതായിട്ട് ഊറി വന്നേക്കുക. ഇനി നമ്മൾ ഇത് ഇച്ചിരി ശ്രദ്ധിക്കണം. കാര്യം എന്നാന്നോ, ഇനി അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ ചട്ടിയില്ല, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിവിടെ എന്നാന്ന് പറയുന്നത്, നമുക്ക് ഇതിവിടെ ഇങ്ങനെ അടച്ചു വെച്ചേച്ച് തീ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. കാര്യം എന്താണെന്ന് പറയുക, ഇച്ചിരി അടിക്കൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ അത് അങ്ങോട്ട് അടി പിടിച്ചേന്ന് പറഞ്ഞൊന്നും വിഷമിക്കരുത്. അതിനെ ഇങ്ങോട്ട് കുത്തി ഇളക്കി ഇങ്ങോട്ട് ആ അരപ്പിലോട്ട് അങ്ങോട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ രുചി കൂടും കേട്ടോ. എന്നും പറഞ്ഞ് കരിച്ചോവയൊന്നും വരികയില്ല, ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്നതാ കഴിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചില്ലേ, അതെന്നാണെന്നറിയോ, നീർദോശ എന്ന് പറയും. നീർദോശ എന്ന് പറയുമ്പം ഈ ദോശ തിന്നിട്ട് ഭയങ്കരമായിട്ട് കണ്ണിക്കൂടെ വെള്ളം വരും എന്നൊന്നും നീർന്ന ദോശ എന്നുള്ള ഉദ്ദേശമേ അല്ല. നീർദോശ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ, നമ്മൾ പച്ചരിയും കരിക്കും ഒക്കെ ഇട്ടുണ്ടാക്കുന്ന ദോശയാണ്. അതിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 1 കപ്പ് പച്ചരിയാണേ, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തേക്കുന്ന പച്ചരിയാണ് 1 കപ്പ്. പിന്നെ വേണ്ടിയത് തേങ്ങായ, പച്ചത്തേങ്ങ ഏറ്റവും നല്ലത്, പക്ഷേ ഇതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് കരിക്ക. പിന്നെ വേണ്ടിയ
ഇച്ചിരി ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ മതി, ഒത്തിരി കൂട്ടണ്ട. 1/2 ടീസ്പൂൺ ഓഫ് ജീരകം ഇട്ടാൽ മതി. പിന്നെ വേണ്ടിയത് കുഞ്ഞുള്ളി എത്രയാണെന്ന് വെച്ചാൽ ഒരു 5 ചെറിയ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടണം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല മഷി പോലെ അരയണ്ട, എന്നാൽ ഒരു ഇച്ചിരി നല്ലതായിട്ട് അരയുകയും വേണം. അങ്ങനെ ഞാൻ അരച്ചെടുത്തേക്കുന്ന മാവ ഇത്. ഈ മാവ് എടുക്കുമ്പോൾ നമ്മൾ അരച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മാവിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടി, ഈസ്റ്റ് അല്ല കുറച്ച് സോഡാപ്പൊടി, അതായത് ഒരു പിഞ്ച് ഓഫ് സോഡാപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ ഒരു ചുടുന്നതിനൊരു 20 മിനിറ്റ്സ് മുമ്പേ കലക്കി വെക്കണം. അപ്പോൾ അതിനൊരു ഇച്ചിരി ഫെർമെൻറ്റ് ചെയ്ത് വരും. സോഡാപ്പൊടി ഒരുപാട് ഇടരുത്, ഇച്ചിരി ഇട്ടാൽ മതി, ഒരു പിഞ്ച്, അതിനൊരു പുളി കിട്ടാൻ വേണ്ടി മാത്രം. അതല്ല സോഡാപ്പൊടി ഉപയോഗിക്കേണ്ട എന്ന് നമ്മൾ വിചാരിക്കുവാന്നേൽ തലയിൽ നാട്ടി വെച്ചിട്ട് രാവിലെ എടുത്ത് കലക്കി വെച്ചാൽ മതി, ഇച്ചിരി പുളി വരും. ഇനി ഈ നാടൻ ചിക്കൻ കറിക്കും ഈ നീർദോശയ്ക്കും കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാട്ടോ ഈ രണ്ടും. ഇത് പോട്ടെ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ മഴയെ പറ്റി പറഞ്ഞു, ചിക്കൻ കറിയെ പറ്റി പറഞ്ഞു, ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് വരുന്ന ഗസ്റ്റ് ഏതാണെന്നറിയാവോ? അതിനെ മാത്രം കുറിച്ച് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തില്ല. പക്ഷേ ഇന്ന് ഞാൻ ആ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്താണെന്നറിയോ, ഇന്ന് ഞാൻ ഇവിടെ ഈ അറ്റ്ലീസ്റ്റ് ഈ ഡയസിൽ നിൽക്കാനും അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർ എന്നെ ഇത്രയും ഇഷ്ടപ്പെടാനും എനിക്ക് ഒത്തിരി അമ്മമാരെയും ചേച്ചിമാരെയും ഒക്കെ കിട്ടാനും ഒക്കെ എന്നെ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞ് എൻ്റെ ഒരു ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ ഞാൻ ശരിക്കും വിശേഷിപ്പിക്കാം. അത് എത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായില്ലേ? വേറെ ആരുമല്ല കേട്ടോ, ഡയറക്ടർ കമൽ സാറും അദ്ദേഹത്തിൻ്റെ വൈഫ് സബൂറ കമലും കൂടിയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത്. പിന്നെ എന്നാ പറയുന്നത്, അദ്ദേഹത്തോട് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഇന്ന് ഈ നിൽക്കുന്ന ഡയസും ഞാൻ ഫിലിമിൽ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എന്നാ പറയുന്നത്, നിങ്ങളെന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻറ്റുമായ ഫിലിം അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്പെഷ്യൽ താങ്ക്സ്. ഇപ്പോഴല്ല, നമ്മൾ വന്നിരിക്കുമ്പോഴും ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയും. ഇനിയിപ്പോൾ നമുക്ക് എന്നാ പറയുന്നത്, അദ്ദേഹത്തിന് കൊടുക്കാൻ ദോശ ഉണ്ടാക്കണ്ടേ? അപ്പം അതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പം ഇതിനകത്ത് പഞ്ചസാരയും ഉപ്പും സോഡാപ്പൊടിയും എല്ലാം ഇട്ട് ഒരു 20 മിനിറ്റ്സ് മുമ്പേ അരച്ച് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ അപ്പത്തിന് പൊങ്ങുന്ന കൂട്ടമൊന്നും ഇത് പൊങ്ങുകയില്ല. ഒരു ദോശ എന്നാൽ ഒരു ഇച്ചിരി പുളിയും ഒരു ഇച്ചിരി മധുരമൊക്കെ ഈ പറഞ്ഞ പോലെ വീട്ടുകാരുടെയൊക്കെ ആരോഗ്യവും ഒക്കെ നോക്കി ചിട്ടാൽ മതി. ഞാനൊക്കെ അപ്പം ഉണ്ടാക്കുവാണെങ്കിലുണ്ടല്ലോ കുറച്ച് മധുരമൊക്കെ ഇടും. കാര്യം എനിക്ക് മധുരമുള്ള അപ്പവും എരിവുള്ള ഒരു കറിയൊക്കെ തിന്നാൻ ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. ഇതിനെ പിന്നെ നമ്മൾ അപ്പം പോലെ അല്ല ഒഴിക്കണ്ടേ, ദോശ പോലെയാണ് ഒഴിക്കുന്നത്. പക്ഷെ ദോശ പോലെ ഒഴിച്ചാലും അതിന് നമ്മൾ ദോശ പോലെ പരത്താൻ ഒക്കുകയില്ല. നമ്മുടെ കല്ലപ്പം പോലെ കുഞ്ഞാക്കി എടുക്കാനേ ഒക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ഒത്തിരി അങ്ങ് മൊരിഞ്ഞൊന്നും വരികയില്ല. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ എണ്ണ ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം, അല്ലാത്തവർക്ക് വേണ്ട. മൊരിഞ്ഞൊക്കെ തിന്നാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചേച്ചാൽ മതി. നമ്മുടെ മറ്റേ ദോശയൊക്കെ ഉണ്ടാക്കുന്ന കൂട്ട് ഇതിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മറിച്ചിടാൻ ഒക്കുകയില്ല. അപ്പം പോലെ ഇച്ചിരി സൂക്ഷിച്ചും ഒക്കെ വേണം അത് മറിച്ചിടാൻ. എന്നാൽ അതിന് ഇച്ചിരി ജീരകത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് അങ്ങ് മുന്നേ നിൽക്കരുത്. അതുകൊണ്ട് ഇച്ചിരി ചെറിയൊരു 5 ഉള്ളി ഒരു കപ്പിന് അരച്ചാൽ മതി. ചിക്കൻ കറി നല്ല പെരണ്ട് വരുന്നുണ്ട്, നല്ല ഡാർക്കിഷായി. ഞാനിപ്പോൾ കൊതി പിടിപ്പിക്കുവാണെങ്കിൽ ഇപ്പോൾ ശരിക്കും കേട്ടോ എന്നാ പറയുന്നത്, നല്ല കൊതി വരും. അത്രയായിട്ട് നല്ല തിളച്ച് എന്നാ പറയുക, ഇച്ചിരി കറിവേപ്പില ഇടാം അല്ലേ? ഈ കറിവേപ്പിലയുടെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. എന്നിട്ട് ഇത് കുറച്ചും കൂടെ അടച്ചു വയ്ക്കണം. അടി പിടിക്കുകയല്ല, ഇനി ചെറിയ തീയിലല്ലേ വെച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ ദോശ. ഈ പറഞ്ഞ പോലെ ദോശ ഒരുപാട് ബഹളമൊന്നുമില്ല. മൊരിയേണ്ടവർക്ക് മൊരിയാം, അല്ലാത്തവർക്ക് കുറച്ചായിട്ട് അങ്ങ് ഒഴിച്ച് വെച്ചാൽ മതി. കല്ലപ്പമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നീർദോശ എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ ഇതെല്ലാം മാറ്റണം. ഇപ്പം ഞാനിവിടെ മെസ്സപ്പ് എല്ലാം മാറ്റിയിട്ടുണ്ട്, നല്ല നീറ്റാക്കി വെച്ചേക്കുക. ഇനി എൻ്റെ ചിക്കൻ എന്തായെന്ന് അറിയണ്ടേ? നല്ല മണവും എല്ലാം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഏകദേശം നമ്മൾ തുടങ്ങിയപ്പോൾ വെച്ച കറിവേപ്പില നിറച്ചുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം തീർന്നു.
എന്നാ ചെയ്യാനാ, കറിവേപ്പില ഇട്ടിട്ട് ഇങ്ങനെ ആയിപ്പോയി. എന്നാൽ പിന്നെ കുറയ്ക്കണ്ട, നമുക്ക് ആ എന്നാ പറയുന്നത് മല്ലിയിലയും കൂടെ ഇട്ട് ഇച്ചിരി എന്നാ പറയുന്നത് ഇച്ചിരി കൂടുതലാക്കിയേക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ ചിക്കൻ കറിയും നീർദോശയും. ഇനിയിപ്പോൾ ഇതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാനും മാത്രമൊന്നും എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല. നാടൻ ചിക്കൻ കറി, ഇതിനകത്ത് ടൊമാറ്റോയോ അങ്ങനെ ഒന്നുമില്ല, എന്നാ പറയുന്നത് കളറോ അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ വീട്ടിൽ ചെയ്താൽ നല്ലതായിരിക്കും. ഇത് നീർദോശ. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളെല്ലാവരും വീട്ടിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ നീർദോശയും നാടൻ ചിക്കൻ കറിയും കൂടെ. നമസ്തേ സർ, സർ ഒരു മിനിറ്റ്. ശരിക്കും എനിക്ക് എന്താ അറിയോ, ഭയങ്കര അതിശയം തോന്നുന്നു. എന്നെ മേനോൻ അങ്കിള് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താലും സർ ഇപ്പോൾ ഈ ഡയസിലായാലും ഞാൻ ഫിലിം ചെയ്തുകൊണ്ടിരുന്ന സമയത്തായാലും എൻ്റെ ലൈഫിന് ഒരു ടേണിംഗ് പോയിന്റ് തന്നത് സാറാണ്. ഐ എം വെരി താങ്ക്ഫുൾ ടു യു സർ. ശരിക്കും മഴയത്ത് മുൻപേ എന്നൊരൊറ്റ ഫിലിം കൊണ്ടാണ് ഞാൻ ഇന്നിവിടം വരെ എത്തിയത്. ഇപ്പോഴും ശ്രുതിയാണോ അപശ്രുതിയാണോ? മിക്കപ്പോഴും അപശ്രുതി തന്നെയാണ് സർ. ഇതാണ് എൻ്റെ പുതിയ പുതിയ സ്റ്റേജ്. എങ്ങനെയുണ്ടെന്ന് നോക്കണം ചേച്ചി. അടുക്കളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക അല്ലേ? ചേച്ചിമാരോടല്ലേ കൂടുതൽ ചോദിക്കുന്നത്. ചേച്ചി ഇങ്ങ് വരും, കാണിച്ചു തരാം. ഞാൻ അവിടെ തന്നെ അയ്യോ സാർ വരണം, ഐശ്വര്യായിട്ട് വരണം. എന്താണ് പരിപാടി? ഇന്നൊരു ചെറിയൊരു എന്നാ പറയുന്ന തനി നാടൻ വിഭവമായിരുന്നു ചെയ്തേക്കുന്നത്. അല്ല സാറിനോട് ഒരു എന്നാ പറയുന്ന ചേച്ചി സത്യം കേട്ടോ, ഒരു സ്പെഷ്യൽ താങ്ക്സ് ഗിവിംഗ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ ആണെന്നും കൂടെ വെച്ചോ. എന്റെ അടുക്കളയൊക്കെ ഇഷ്ടമായി. പിന്നെന്താ നല്ല മണമുണ്ട്. ഈ ടിവിയിൽ മണം കേൾക്കാൻ പറ്റില്ല, പക്ഷെ അത് ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. ആണോ? കാണാറുണ്ടോ അപ്പൊ എന്റെ ഷോ? പിന്നെ ഇഷ്ടമായോ ചേച്ചി? ആണോ? അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എന്നേലൊക്കെ തെറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചേച്ചി അപ്പൊ വിളിച്ചു പറയണേട്ടാ, അനിയേ അതല്ലേന്ന് പറയണേ. വേണം സാർ എന്ന് പറഞ്ഞാൽ. ഇന്നും എന്നെ ശരിക്കും ആനി എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും മഴയത്ത് മുൻപ് കേട്ടോ സർ ഐഡന്റിറ്റി തരുന്നത്. റിയലി താങ്ക്ഫുൾ ടു. പറഞ്ഞാലും വാക്കുകളില്ല എനിക്കത് പറയാൻ. സർ ഇനിയിപ്പോൾ ഞാൻ എന്നെ എന്നാ പറയുന്നത് ഡയറക്റ്റ് ചെയ്തതല്ലേ, അപ്പൊ ഇനി സർ അന്നേരമൊക്കെ ആനി അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ സാർ പറയുമേ. ഇല്ല ചേച്ചി, ഇന്ന് ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കാൻ പോകാം. അതാ സർ, കുഞ്ഞുനാൾ മുതൽ മീൻ കോളേജ് ഡേയ്സ് അതൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഡയറക്ടർ കമൽ സാറിനെ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അല്ല കുട്ടിക്കാലം ഫിലിമിലേക്ക് വന്നതും ഒക്കെ ഒരു ഡീറ്റെയിൽ. അടുക്കളയിലിരുന്ന് പറയണം. ഞാനൊരു കാര്യം പറയട്ടെ സർ, ശരിക്കും നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സ് തുറന്ന് വർത്താനം പറയാൻ നമ്മുടെ അടുക്കളയിലായിരിക്കും. എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു മിക്കപ്പോൾ വീട്ടിലും ഒരു കുഞ്ഞു മേശ ഇല്ലേ അല്ലേ ചേച്ചി? അവിടെ ഇരുന്നായിരിക്കും നമ്മൾ കൂടുതലും മനസ്സ് തുറക്കുന്നത്. ഞാൻ ഹൃദയം തുറന്ന് പറയാം. മാത്രമല്ല എനിക്ക് വലിയ സന്തോഷം, ആനിയുടെ അടുക്കളയിൽ ഞങ്ങൾ കയറ്റില്ല, അപ്പൊ അത്രയും സ്വാതന്ത്ര്യം തോന്നല്ലോ. തീർച്ചയായിട്ടും ഫോർമലായി പോകും, പക്ഷെ എന്നാലും സർ പറയണം. കുട്ടിക്കാലം എന്താ പറയാ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാണ്. ഞാൻ മതിലകം എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ അടുത്ത് ഒരു സ്ഥലത്താണ് ജനിച്ചത്. അവിടെ ഒരു ഗ്രാമം മാതിരിയുള്ള സ്ഥലമായിരുന്നു. ഇന്ന് ചെറിയ പട്ടണമാണ്. സാധാരണ ഒരു ഗ്രാമം, സാധാരണ സ്കൂള്. അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു മുസ്ലിം തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. അവിടെ തന്നെയായിരുന്നു സ്കൂളും. സെൻറ്റ് ജോസഫ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിൽ തന്നെയായിരുന്നു സ്കൂള്. അവിടെയാണ് 10ാം ക്ലാസ് വരെയും പഠിച്ചതൊക്കെ. എൻ്റെ മദറിൻ്റെ വീടാണ് കൊടുങ്ങല്ലൂരിൽ എറിയാട് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് ഇവരുടെയൊക്കെ വീട്. പടിയത്ത് എന്ന് പറയുന്ന തറവാടാണ് എൻ്റെ മദറിൻ്റെ. വൈഫ് പടിയത്ത് തറവാട്ടിലാണ്. എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകൾ തന്നെയാണ്. അതറിയില്ല? അതെ അതെ. അപ്പോൾ കുട്ടിക്കാലം മുതലേ കണ്ട് പരിചയമുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് സിസ്റ്റേഴ്സൊന്നുമില്ല. എൻ്റെ ഉമ്മയ്ക്ക് 3 ആൺമക്കളായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ അമ്മാവന്മാരുടെ പെൺമക്കളെ കൊണ്ട് വീട്ടിൽ നിർത്തും വെക്കേഷൻ ടൈമിൽ. ഈ സമ്മർ വെക്കേഷനൊക്കെ ആവുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഒരുപാട് അമ്മാവന്മാരും പിന്നെ ഫാദറിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ പെൺമക്കളൊക്കെ ആയിട്ട് കുറേ കസിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മുറപ്പെണ്ണെന്ന് പറയുമല്ലോ, മുസ്ലിംസിൻ്റെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും മുറപ്പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാം എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ പല വെക്കേഷനിൽ പല മുറപ്പെണ്ണുകൾ വരുമായിരുന്നു, പല പ്രായത്തിലുള്ള. അങ്ങനെ ഒരു വെക്കേഷന് വന്ന സമ്മർ വെക്കേഷനിൽ വന്നാണ് മുറപ്പെണ്ണ് ഇദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന വെക്കേഷൻ സമയത്തായിരുന്നു. അന്നും
ചെറിയൊരു ഇഷ്ടം ഒക്കെ തോന്നി. സാധാരണ മുറപ്പെണ്ണുങ്ങൾ വരണേക്കാളും ഒരു പ്രത്യേകത ഈ മുറപ്പെണ്ണോട് ഈ മുറപ്പെണ്ണ് വെക്കേഷൻ വരുന്നില്ലേ അതുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉമ്മയുടെ തറവാട്ടിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അധികം സംസാരിക്കില്ലായിരുന്നു എൻ്റെ അടുത്ത്. ഭയങ്കര റിസർവ്ഡായിട്ട് ജാടയൊക്കെ എടുത്ത് നിൽക്കുമായിരുന്നു. വർത്താനം പറയാൻ പേടിച്ചിട്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. കാരണം മറ്റു കസിൻസൊക്കെ സംസാരിക്കുന്നവർ പെൺകുട്ടികൾ സംസാരിക്കുന്നവർ സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു. അതായിരിക്കാം ചിലപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നാൻ കാരണം. പിന്നെ ഞങ്ങൾ സംസാരിച്ച് ഫ്രീ ആയിട്ട് സംസാരിച്ച് എനിക്ക് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്ന ആ വെക്കേഷൻ കാലത്താണ്. അതിനുശേഷം കോളേജിൽ ചേർന്നു. അപ്പോൾ ഞാൻ കോളേജിൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കത്തയക്കുമായിരുന്നു. ക്രിസ്മസ് കാർഡ്, ന്യൂ ഇയർ കാർഡൊക്കെ അയക്കുമായിരുന്നു. അന്ന് അങ്ങനെയാണല്ലോ, അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിക്കേഷന് ഒരു വഴിയില്ലല്ലോ. അങ്ങനെയാണ് ഈ മുറപ്പെണ്ണിന് മാത്രം സത്യം. അതിനുശേഷം ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് മദ്രാസിൽ സിനിമ എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോഴും മദ്രാസിലെ വിശേഷങ്ങളൊക്കെ ഞാനൊരു കഥ എഴുതണ വരികയാണ് കത്തെഴുതി അയച്ചിരുന്നത്. ആ കത്തുകൾ കുറേ കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും കുറേ കാലം. അത് രസമുള്ള കത്തുകളായിരുന്നു. ചേച്ചി കത്തുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഇനിയിപ്പോ ഈ സമയത്ത് അടുത്ത കത്ത് വരും എന്നൊക്കെ? അത് വെറും ഒരു കത്ത് മാത്രമായിരുന്നില്ല, മദ്രാസിലെ എൻ്റെ ജീവിതവും കൂടിയായിരുന്നു ഞാൻ കത്ത് മാതിരി എഴുതിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ്, എൻ്റെ സ്വപ്നങ്ങൾ എന്താണ്, അങ്ങനെയൊക്കെയുള്ളൊരു കത്തായിരുന്നു. അപ്പോൾ അതിനൊരു വേണമെങ്കിൽ ഒരു കഥയുടെ അല്ലെങ്കിൽ ഒരു ഫീച്ചറിൻ്റെ ഒക്കെ ഒരു സ്വഭാവമുള്ള കത്തുകളായിരുന്നു ഓരോന്നും. അതിനൊരു സുഖമുണ്ടായിരുന്നു. ആ ഒരു കാലം ഒരു പ്രത്യേക. ശരിക്കും സർ മദ്രാസിൽ വന്നപ്പോഴേ സർ ഡയറക്ടറായിട്ട് ഒരു ഡയറക്ടർ ആയതല്ലോ? അല്ലല്ല, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് മദ്രാസിലുണ്ടായിരുന്നത്. ആദ്യം ഞാൻ ത്രാസം എന്ന് പറഞ്ഞ പടമായിട്ടാണ് തുടങ്ങുന്നത്. ത്രാസം എൻ്റെ അമ്മാവൻ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു. പടിയൻ എന്നുള്ള പേര്. ഒരു ഓഫ് ബീറ്റ് ഫിലിമായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമായിരുന്നു. 79 അത് ഷൂട്ട് ചെയ്തത്. അതിന് കഥയും തിരക്കഥ എഴുതിക്കൊണ്ടാണ് ഞാൻ കടന്നു വരുന്നത്. അപ്പോൾ കോളേജ് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് ശരിക്കും കഥ എഴുതിക്കൊണ്ട് സിനിമയിൽ വന്ന് അസോസിയേറ്റ് ഡയറക്ടർ വരുന്നതിൻ്റെ. പിന്നെ മദ്രാസിൽ പോയി. ആദ്യം മദ്രാസിലെ കോടമ്പക്കത്ത് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് AB രാജ് സാറിൻ്റെ കൂടെയായിരുന്നു. പ്രൈം മിനിസ്റ്ററൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമ, കാലം കാത്തുനിന്നില്ല എന്നുണ്ട്. പിന്നെ ആനക്കളരി എന്ന് പറഞ്ഞിട്ടൊരു പടം. അതൊന്നും അത്ര അറിയപ്പെടുന്ന സിനിമകളല്ല. പിന്നെ PN മേനോൻ സാറിൻ്റെ കൂടെയാണ് കൂടുതൽ വർക്ക് ചെയ്തത്. അതിനുശേഷം സേതുമാധവ് സാറ്, ഭരതേട്ടൻ, ലെനിൻ രാജേന്ദ്രൻ, അങ്ങനെ കുറേ സംവിധായകരുടെ കൂടെ പിന്നെ വർക്ക് ചെയ്തു. ഗുരു ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരു എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് PN മേനോൻ സാറാണ്. കാരണം അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ സിനിമ എന്താണെന്ന് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്ന് മനസ്സിലാക്കി തന്ന ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. ഫസ്റ്റ് ഡയറക്ട് ചെയ്ത മൂവി ഏതാ? മെഴുനീർ പൂകൾ എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ, ഉർവശി, ലിസിയൊക്കെ അഭിനയിച്ചാണ്. 1986 അത്. അന്ന് അതിന് ജനിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജനിച്ചിട്ടുണ്ട്, അത് പറയണ്ട, പ്രായം പറയണ്ട. അല്ല, എനിക്ക് ഒരു പേടിയില്ല. ഞാൻ 77, എനിക്ക് ഒരു പേടിയില്ല ജനിക്കുന്നത്. 77 വയസ്സായെന്നല്ല പറഞ്ഞത്, 77 ജനിച്ചതെന്നാ പറയുന്നത്. ഓക്കെ സർ, അപ്പൊ ഇപ്പൊ എല്ലാം പറഞ്ഞ സർ കഥ എഴുതിയിട്ടാണ് ഫിലിമിലേക്ക് വന്നത്. പിന്നെ എങ്ങനെ ഡയറക്ഷൻ, ഹൗ ഡു ചൂസ്? ഇല്ല, ഞാൻ ആ കഥ എഴുതുമ്പോൾ തന്നെ ഡയറക്ഷൻ ആയിരുന്നു എൻ്റെ സ്വപ്നം. എന്ന് വെച്ചാൽ ഡയറക്ടർ ആകണം എന്നുള്ളതാണ്. അഭിനയിക്കണമെന്നൊക്കെ ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയ പണിയല്ലാന്ന്. അതുകൊണ്ട് ആദ്യം തന്നെ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. പിന്നെ അറിയാവുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന തൊഴിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഡയറക്ഷനിലേക്ക് ഇറങ്ങിയത്. സിനിമയിൽ വന്ന കാലം മുതൽ അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഭരിക്കാലോ, എല്ലാവരും വരട്ടാലോ. പക്ഷേ ഒരു കാര്യം പറയാം, സാർ ഇപ്പോൾ പറഞ്ഞില്ലേ ഭരിക്കാം വരട്ടാം എന്നൊക്കെ. പക്ഷേ എൻ്റെ 4th മൂവി ആയിരുന്നു ചേച്ചി മഴയത്ത് മുൻപേ എന്ന് പറഞ്ഞാൽ. ശരിക്കും എൻ്റെ മനസ്സിൽ ഞാൻ ഫ്രീ ആയിട്ട് ഒരു ടെൻഷൻ ഇല്ലാതെ അഭിനയിച്ച ഒരു ഫിലിം സാറിൻ്റെ കൂടെ. അതിനുശേഷമാണ് എനിക്ക് ഫിലിമിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നത് തന്നെ. അത്ര ഫ്രീ ആയിട്ടാണ് കമൽ സർ ഓരോ സീനും ഓരോ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ അഭിനയിച്ച് തരും നമുക്ക്. അത്ര ഈസി ആകൊണ്ട് സാർ അതങ്ങനെ പേടിക്കാനൊന്നും ഇല്ല. അല്ലാതെ നല്ലൊരു ടീം വർക്ക് ആയിരുന്നു അത്. പിന്നെ പ്രത്യേകിച്ചും മമ്മൂക്കാട് കൂടെ അയ്യോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എന്നോട് പറയുമായിരുന്നു. അപ്പോൾ ഞാനോട് പറഞ്ഞു അത് പ്രശ്നമൊന്നുമില്ല, മൂപ്പര് ആദ്യം കുറച്ച് ജാടയൊക്കെ കാണിക്കുക, അത് മൂപ്പര് ഒരു രീതിയാണ്. പിന്നെ ഏറ്റവും ഫ്രണ്ട്ലി ആവുകയും അല്ലേ, ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. പുള്ളിയായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഈ സീൻ ബൈ സീൻ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് നമ്മളെ ഒത്തിരി കോൺഫിഡൻറ്റ് തന്ന ഒരു വ്യക്തിയും കൂടിയാണ് സർ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം സർ സ്ക്രിപ്റ്റ് ചെയ്തു, ഇപ്പം ഡയറക്ഷൻ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ബേസ് ഒരു ഫിലിം ഹിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു ബേസ് വേണമല്ലോ. അത് സാർ എന്താ വിശ്വസിക്കുന്നത്? ഒരു ഡയറക്ഷനാണോ, ഒരു സ്ക്രിപ്റ്റ് ആണോ, അതോ ഒരു ഫിലിമിൻ്റെ ബാക്കി കൊമേഴ്ഷ്യൽ വൈസ് പോകുന്നതുകൊണ്ടാണോ ഒരു പടം ഹിറ്റാവുന്നത്? പടം ഹിറ്റാവുന്നതും പടം നന്നാവുന്നതും തീർച്ചയായിട്ടും നല്ല സംവിധായകൻ അതിൻ്റെ പുറകിലുണ്ടാകുമ്പോഴാണ്. കാരണം അയാളുടെ കാഴ്ചപ്പാടാണ് ഒരു സിനിമ, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അതാണ് ഒരു സംവിധായകൻ്റെ കയ്യൊപ്പ് അല്ലെങ്കിൽ സംവിധായകൻ്റെ കല സിനിമ എന്ന് പറയുന്ന സംവിധായകൻ്റെ കല എന്ന് പറയുന്നതിന് കാരണം അതാണ്. അപ്പോൾ ഒരു തിരക്കഥ തിരഞ്ഞെടുക്കുന്നതിൽ പോലും സംവിധായകൻ്റെ ആ കാഴ്ചപ്പാടുണ്ടെന്നുള്ളത്. ഏത് തരം സിനിമയാണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു സംവിധായകൻ ചെയ്യേണ്ടത്, അതിനനുസരിച്ചാണ് അയാൾ തിരക്കഥ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം മലയാളത്തിൽ തന്നെ നമുക്കറിയാം ഓരോ ഇപ്പോൾ പല തിരക്കഥാകൃത്തുകൾ ആലോചിച്ച് ഓരോ സംവിധായകർക്ക് ചെയ്യുമ്പോൾ അവരുടേതായ രീതിയിൽ സിനിമകൾ വരാറുണ്ട് അല്ലേ. നമുക്ക് ആലോചിച്ചറിയാം. ഇപ്പോൾ ഷാജിയുടെ കാര്യം തന്നെ അറിയാം. ഷാജിയും രഞ്ജിയും കൂടി പടങ്ങൾ ചെയ്തു. അതിനുശേഷം രഞ്ജിത്തുമായിട്ട് ഷാജി ചെയ്തപ്പോഴൊക്കെ ആ സംവിധായകന് വേണ്ടതാണ് ആ എഴുത്തുകാരൻ കൊടുത്തിട്ടുള്ളത്. ചെയ്യുവാണെങ്കിൽ ഒരു ഷാജിക്കുള്ള സിഗ്നേച്ചർ അല്ല, കമൽ സാറിന്റെ പടമാണെങ്കിൽ കമൽ സാറിന്റെ സിഗ്നേച്ചർ ഉണ്ടാവും. ഇപ്പം വേറെ കാര്യം ചോദിക്കട്ടെ സാർ, ഇപ്പൊ സാറ് സ്ക്രിപ്റ്റ് എഴുതിയിലേക്ക് വന്നു, പക്ഷെ ഡയറക്ഷൻ ചെയ്യുന്നു, പക്ഷെ സ്റ്റിൽ യു നോ വാട്ട് ഇസ് എ സ്ക്രിപ്റ്റ്. സാറിനൂടെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സാറിന് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആരായാലും ശരി, നമ്മുടെ മനസ്സറിയുന്ന ഒരു തിരക്കഥാകൃത്താണെങ്കിൽ പെട്ടെന്ന് ഒരു റാപ്പും ഉണ്ടാവും. അല്ലാത്ത തിരക്കഥാകൃത്തിൻ്റെ കൂടെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. നമുക്ക് എളുപ്പമാവും വർക്ക്ഔട്ട് ചെയ്യാൻ അല്ലേ. അപ്പോൾ സാറും ചേച്ചിയും വന്നിട്ട് ഞാൻ ഇതുവരെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നും കഴിക്കാൻ പോലും തന്നില്ല, കുടിക്കാനും തന്നില്ല, ഞാൻ വിളമ്പിയേച്ചിരിക്കാം. കഴിക്കണം സാർ. കഴിക്കും തീർച്ചയായിട്ടും കഴിക്കും. ആനി ഉണ്ടാക്കിയിട്ട് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ചേച്ചി സബു നോക്ക്, ഇത് ഞാൻ സത്യത്തിൽ ഞാനിവിടെ വരുമ്പോൾ ഇതിൻ്റെ പാർട്ടിയുടെ ആൾക്കാരോട് ചോദിച്ചു, ഇത് ആനി സ്വന്തമായിട്ട് എവിടെന്നെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കണ്ടു. ബിഗിനിങ് ഇനീഷ്യൽ സ്റ്റേജ് തുടങ്ങി നമ്മൾ കാണുന്നതല്ലേ. അല്ല, ആനി എന്ന് കുക്കിംഗ് പഠിച്ചു എന്നൊക്കെ ആയിരുന്നു എനിക്കിപ്പോ സംശയം. അതെ, കുക്കിംഗ് ശരിക്കും അന്നൊന്നും സാർ കാണുന്ന സമയത്ത് എനിക്ക് ഒരു വാക്ക് അറിയില്ലായിരുന്നു സത്യം. എന്നെ ഏട്ടന്റെ അമ്മ പഠിപ്പിച്ചല്ലേ. അപ്പൊ ഷാജിക്ക് ഒരു സല്യൂട്ട്. ഷാജിയുടെ അമ്മയ്ക്കും. സാറിനും ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാ ചേച്ചി? സാർ കഴിക്കും, അപ്പൊ ഞാൻ ചേച്ചിയോട് വർത്താനം. നാടൻ ഫുഡ് ആണോ? ഈ ജങ്ക് ഫുഡ്സ് ഇല്ല, അതൊന്നും പുറത്തു പോയി കഴിക്കാറുമില്ല. നമ്മള് വീട്ടിലുണ്ടാക്കുന്ന തന്നെയാ കഴിക്കാം. ഏറ്റവും ഇഷ്ടം നോൺ വെജ്. നോൺ വെജ് ഇത് ചിക്കൻ, മട്ടൺ, ബീഫ് ഒന്നും കഴിക്കാറില്ല. ഇല്ല. എങ്ങനെയുണ്ട് ചേച്ചി? ഓ, അസലായിട്ടുണ്ട് ചിക്കൻ, അസലായിട്ട്. അതൊരു നാടൻ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അതാ, ഇതിനകത്ത് നോ പ്രിസർവേറ്റീവ്, ഈ പട്ട, ഗ്രാമ്പു അങ്ങനെയൊക്കെ എടുത്ത് ചെയ്തേക്കുന്ന ഫുഡാണ്. കറി മസാല ചേച്ചി മറ്റേ പട്ടയും ഗ്രാമ്പൂ പെരിഞ്ചീരം തനിയെ എടുത്തു, അല്ലാതെ പൊടിച്ചു വെച്ചില്ല. ഇനി സാറിന് ഇങ്ങനെ ഡെയിലി റൂട്ടീനിൽ അങ്ങനെ വല്ല ഇന്ന ഭക്ഷണം രാവിലെ അങ്ങനെ ഒന്നുമില്ല സാറിന്റെ ഡെയിലി റൂട്ടീനില്? വീട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമാണ്. ഹെൽത്ത് കോൺഷ്യസ് അതാണ്. എണ്ണയൊക്കെ അധികം ഉപയോഗിക്കാറില്ല. ഞാൻ കുറച്ച് തന്നെ ഉപയോഗിക്കാറുള്ളൂ. ഞാനത് തനി നമ്മുടെ വെളിച്ചെണ്ണയിലാ ചെയ്തേക്കുന്നത്. സാർ കഴിക്കണം, കഴിച്ചിട്ട് വർത്താനം പറയാം. അല്ലെങ്കിൽ പ്രേക്ഷകർ എന്നോട് പറയും ഏത് നേരവും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, അവരോട് വർത്താനം പറയാം. സത്യവാ. സാർ ഇങ്ങനെ സീരിയസ് മൂവീസ് ആണോ ഇഷ്ടം അതോ തമാശയാണോ? കാരണം സാറിൻ്റെ ഒക്കെ ഫിലിമിൽ കാണുമ്പം ഒരു എന്നാ പറയുന്ന ആ തമാശയൊക്കെ കേൾക്കാൻ തന്നെ ഒരു കൗതുകമുണ്ട്. ഒരു സീരിയസ് അല്ല എന്നാ സാറിൻ്റെ എന്നാ പറയാ ഒരു സിഗ്നേച്ചർ ഓഫ് കമൽ സാർ ഉണ്ട് അതിനകത്ത്. സാർ അങ്ങനത്തെ മൂവി ചെയ്യാനാണോ ഇഷ്ടം കൂടുതൽ? ഞാൻ പൊതുവേ സിനിമ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സീരിയസ് സിനിമകളോടാണ് വ്യക്തിപരമായിട്ട് എനിക്കിഷ്ടം. പിന്നെ നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാനൊരു മെയിൻ സ്ട്രീം സിനിമയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എല്ലാത്തരം സിനിമകളും ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെരുവണ്ണാമൃത വിശേഷങ്ങൾ വരെയുള്ള ഫുൾ കോമഡി ആയിട്ടുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട്. ഉള്ളടക്കം പാവം കോമഡി സിനിമ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഉള്ളടക്കം ഇപ്പോൾ സെല്ലുലോയിഡ് വരെയുള്ള പെരുമഴക്കാലം പോലുള്ള സീരിയസ് സിനിമകളും ചെയ്തിട്ടുണ്ട്. ശരിയാ. അതെ സാർ, ഇപ്പോഴേ ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മൾ ചെയ്ത മഴയത്ത് മുൻപേ എന്ന് പറയുന്ന ഫിലിമിൽ ഒരു സ്റ്റുഡൻറ് ടീച്ചറിനെ പ്രേമിക്കുന്നത് തന്നെയാണ്. പക്ഷെ അന്നൊന്നും ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നില്ല. പക്ഷെ ഇപ്പോൾ പ്രേമം ഇറങ്ങിയപ്പോൾ ഭയങ്കര പ്രശ്നം വന്നു. ആണോ സാർ അവരെല്ലാം അങ്ങനെ ഒരു വേർഷനിൽ കാണുന്നത്? അതെന്താ വെച്ചാൽ പ്രേമത്തിൽ ടീച്ചറിനെ സ്റ്റുഡൻറ്റ് പ്രേമിക്കുന്നതാണ് നമ്മൾ മഴയത്തുമ്പിൽ തിരിച്ചായിരുന്നു. അല്ല ആണെങ്കിലും ആണായിരുന്നു. അല്ല അങ്ങനെയല്ല, അതിന് വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അതിനൊരു ഇതായിട്ട് സാധ്യതയായിട്ട് നിന്ന് കൊടുക്കുന്നില്ല ഈ മമ്മൂട്ടിയുടെ കഥാപാത്രം. കാരണം അതിന് ഒഴിഞ്ഞു മാറുകയാണ് ശരിക്കും ചെയ്യുന്നത്. പക്ഷെ പ്രേമത്തിലുണ്ടായിരുന്ന എനിക്ക് തോന്നിയൊരു അഭിപ്രായ വ്യത്യാസം അതായിരുന്നു. അതിപ്പോൾ ആ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ടീച്ചർ മലർന്ന് പറഞ്ഞ ടീച്ചർ കോളേജിലേക്ക് വന്നത് തന്നെ ഈ പയ്യനെ പ്രേമിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ആ സിനിമ കണ്ടാൽ നമുക്ക് തോന്നുക. കാരണം ആദ്യത്തെ സിനിമ മുതൽ അതല്ല, ടീച്ചറുടെ എക്സ്പ്രഷൻ മുതൽ അതാണ്.
എന്നാൽ മോനും തന്നെ പ്രേമിച്ചോളൂ എന്ന് പറയുന്ന മാതിരിയാണ്. മഴയത്തുമ്പേ നേരെ തിരിച്ചാണ്. അതാണ് പറഞ്ഞത്. അയാൾ ഒരിക്കലും അതിനുവേണ്ടി നിൽക്കുന്ന ഒരാളല്ല. ഈ പെണ്ണും അതിന് ഇപ്പോൾ ആനിയുടെ ക്യാരക്ടറും ശ്രുതി അതിനുവേണ്ടി നിൽക്കുന്ന പെണ്ണല്ല. ഇയാളെ ഒന്ന് കളിപ്പിക്കാൻ, പുതിയൊരു ടീച്ചർ വരുമ്പോൾ അദ്ദേഹം വരുമ്പോൾ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് തുടങ്ങിയതാണ്. പിന്നെ കുട്ടികളെല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഒരു വാശിയായിരുന്നു. വാശിക്കാരിയാണ് ശ്രുതി. ആ വാശിയുടെ പുറത്ത് ഇയാളെ ഞാൻ പ്രേമിച്ച് കാണിച്ചു തരാമെന്നുള്ളൊരു വാശിയുടെ പുറത്താണ് പോകുന്നത്. പിന്നെ അത് സീരിയസ് ആയി പോകുന്നത്. അങ്ങനെ ഒരു അപ്രോച്ച് ആ സിനിമയിലുണ്ട്. ഞാൻ ആ സിനിമയും പ്രേമം വെച്ച് കമ്പയർ ചെയ്യലായിട്ട് ഞാൻ പറഞ്ഞത് അപ്രോച്ച് ഉണ്ട്. മറ്റേതല്ല, ആ സിനിമ കാണുമ്പോൾ തന്നെ പ്രേമിക്കാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് വന്ന മാതിരി തോന്നുമ്പോഴാണ് ഇത് എങ്ങനെയാണ് കോളേജിൽ ഇതാണോ നടക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം നമുക്കെല്ലാവർക്കും വരുന്നത്. അല്ലാണ്ട് ആ സിനിമയോടുള്ള അഭിപ്രായ വ്യത്യാസമേ അല്ല. ആ രീതിയിൽ അതിനെ കാണേണ്ട കാര്യമില്ല. ഞാൻ അന്ന് ഇടയ്ക്കൊരു കോൺട്രവേഴ്സി വന്നതും ഞാൻ സംസാരിക്കാൻ ഇടയായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൈറസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പൈറസിയുടെ പ്രശ്നം പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ഇഷ്യൂ കേരളത്തിൽ മൊത്തത്തിൽ എന്താ പറയുക, ഗവൺമെൻറ് വരെയും അല്ലെങ്കിൽ പോലീസ് സംവിധാനം വരെ അതിനെ ഉപയോഗിക്കുമ്പോൾ മറ്റ് സിനിമകളും അതിനോടൊപ്പം ഇറങ്ങിയിരുന്നു. അതിൻ്റെ പൈറസികൾ ഇറങ്ങിയിരുന്നു. അതിനെപ്പറ്റി മീഡിയ സംസാരിക്കുന്നില്ല. ഈ സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ അതൊരു ഉദാത്തവൽക്കരണമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഒരു സിനിമയെ അത് ഒരു കാലഘട്ടത്തിൻ്റെ സിനിമയാണെന്നുള്ള രീതിയിലേക്ക് മാധ്യമങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊക്കെ അതിനെതിരെ സംസാരിച്ചത്. കാരണം മറ്റ് സിനിമകളും ആ രീതിയിൽ തന്നെ ഭരണകൂടം കാണണം. സർക്കാരിൻ്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ പണമാണ്. അത് ഉപയോഗിക്കുമ്പോൾ ഒരു സിനിമയുടെ പൈറസിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എല്ലാ സിനിമയുടെ പൈറസിക്ക് വേണ്ടിയിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരു ഇത്. പക്ഷെ അത് മാധ്യമങ്ങളൊക്കെ വേറെ രീതിയിൽ അത് വ്യാഖ്യാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം തന്നെ വന്നത്, ഈ അധ്യാപകനെ പ്രേമിക്കുന്ന ചോദ്യം തന്നെ വന്നത്. അതാ നമ്മളന്ന് ചെയ്തതും സെയിം ത്രെഡ് ആയിരുന്നു. അപ്പൊ ഇന്നിപ്പോ ചെയ്തപ്പോൾ അത് ഭയങ്കര പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. അല്ല, അതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചാമരം എന്ന് പറഞ്ഞ ഭരതേട്ടൻ്റെ സിനിമയിലും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇത്രയും ഒരു അത് കാരണം അത് കൺവിൻസിങ് ആയിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ കാലം മാറിയല്ലോ. ഇപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടാണ് എല്ലാവരും എല്ലാ കാര്യത്തിനെയും കാണുന്നത്. ഇപ്പം സാർ ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുന്നത്, ഇപ്പം സാറിൻ്റെ കഥ കേട്ടപ്പോഴല്ലേ ചേച്ചി, സാർ മദ്രാസ് വന്നപ്പോഴത്തേക്ക് ഫിലിമായിട്ട് വന്നു. അപ്പോൾ വന്നതേ സ്ക്രിപ്റ്റായിട്ട്. പിന്നെ സാർ പതുക്കെ ഡയറക്ഷനായി. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് സാർ നിർമ്മാതാവായി, സെല്ലുലോയിഡ് അല്ലേ? അതിലേക്ക് എങ്ങനെ സാർ മാറിയേ? അത് സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ സിനിമ എടുക്കാനായിട്ട് അത് ഞാൻ തന്നെ തിരക്കഥ എഴുതിയത്. സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി പടം ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പം ചെയ്യാമെന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ അത് ഓടില്ല, കമേഴ്ഷ്യൽ സിനിമയല്ല, ഒരു സംവിധായകൻ്റെ ജീവിതം സിനിമയൊക്കെ ഓടില്ല എന്ന് അയാൾ ബാക്കൗട്ട് ചെയ്തു. അങ്ങനത്തെ ഒരു പീരിയഡ് സിനിമയൊക്കെ ആകും, കോസ്റ്റ് കൂടുന്നൊക്കെ പറഞ്ഞ് ബാക്കൗട്ട് ചെയ്തപ്പോൾ എനിക്കൊരു വാശിയായി. എന്നാൽ പിന്നെ ഇത് സ്വന്തമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ അതിനുള്ള കാശൊന്നും തന്നെ ഇല്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഉബൈദ് എന്ന് പറഞ്ഞ സുഹൃത്താണ് പ്രധാനമായിട്ട് അതിനുവേണ്ടി പണം മുടക്കിയത്. അപ്പം ഞാനും ഒരു ഉബൈദിനോട് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാണ്ട് ഒരു പണം മുടക്കിയിട്ടുള്ളൊരു നിർമ്മാതാവൊന്നും അതിലായിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗമായി എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ പല യങ് ഡയറക്ടേഴ്സും അവരും ജോയിൻറ്റ് വെഞ്ചർ അല്ലെങ്കിൽ കോ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇത്രയും ജേർണി ഇങ്ങനെ വന്നില്ലേ സാർ, അതിനകത്ത് സാറിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അനുഭവമോ അങ്ങനെ എന്തെങ്കിലും? ഇപ്പം നമ്മുടെ മഴയത്തുമ്പ് ഒരു അനുഭവമില്ല, ഇപ്പോഴും മറക്കാൻ പറ്റാത്ത അനുഭവം. എത്ര അനുഭവങ്ങളാണ് അതിലുള്ളത്. ഓരോ സിനിമകളും അനുഭവങ്ങളാണ്. അതിൽ നിന്നാണ് നമ്മൾ രൂപപ്പെട്ടു വരുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് ആ സിനിമ ചെയ്യുന്ന കമലല്ല ഇപ്പോൾ അവസാന കാലത്ത് ഇപ്പോൾ സെല്ലുലോയിഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെയധികം മാറുന്നുണ്ട്. എൻ്റെ കാഴ്ചപ്പാട് മാറുന്നുണ്ട്, എൻ്റെ പ്രേക്ഷകരോടുള്ള കമ്മിറ്റ്മെൻറ്റ് മാറുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഇപ്പോൾ ആദ്യ സിനിമയും എനിക്ക് അങ്ങനെ വലിയ കമ്മിറ്റ്മെൻ്റ് ഇല്ല. എനിക്ക് തോന്നിയ മാതിരി സിനിമ എടുക്കാം. ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയ മാതിരി സിനിമ എടുക്കാൻ പറ്റില്ല. കാരണം കമൽ എന്ന സംവിധായകനിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ സംവിധായകനിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഓരോ തരം സിനിമകളുണ്ട്. അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നു. അല്ലെങ്കിൽ അവർ ആ സിനിമ ശരിയായില്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയും. അത് ശരിയായില്ല എന്ന് പറയും. തീർച്ചയായിട്ടും പറയും. സത്യം. അപ്പോൾ സാർ അതേപോലത്തെ ഒരു മൂവി ഇപ്പോൾ വരണ്ടേ ഇനി? തീർച്ചയായിട്ടും. ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് അധികം കാലം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല. എനിക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ എന്താ പറയുക, ഇപ്പം പണ്ട് ഞങ്ങൾ ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ അല്ലല്ല കാര്യം. ഇപ്പോൾ പഴയ പാട്ടുകൾ നമ്മൾ പറയുന്നു, എന്ത് നല്ലതായിരുന്നു. ഇപ്പോഴത്തെ പാട്ടുകൾ എങ്ങനെയാണ് ആസ്വദിക്കപ്പെടുന്നതെന്ന് ആലോചിക്കണം. ഇപ്പോൾ പുതിയ ജനറേഷന് അത്തരം പാട്ടുകൾ ഇഷ്ടം. അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഇപ്പം ഞാൻ പണ്ടും പഴയ പാട്ടുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഇപ്പോഴും പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അല്ല, അതിപ്പോൾ നമ്മളൊരു സ്റ്റേജ് ഷോ നടന്നത് കാണുമ്പോൾ പഴയ പാട്ടല്ലേ എല്ലാവരും പാടുന്നത്. സത്യം, അത് ശരിയാണ്. അത് പക്ഷേ ഒരു വേറൊരു ഫീലിലാണ്. അത് വേറൊരു ഫീലിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് ആസ്വദിക്കപ്പെടുന്ന ജനറേഷൻ മാറുന്നുണ്ട്. അതാണ് ഈ പറയുന്നത്. ഇപ്പം ഞാൻ സിനിമ എടുത്ത് തുടങ്ങിയ കാലത്തുള്ള സിനിമ കാണാൻ വന്നിരുന്ന ജനറേഷൻ ഇന്ന് മധ്യവയസ്സ് കഴിഞ്ഞു. പുതിയ ജനറേഷൻ വരുമ്പോൾ അവർ കാണാൻ ഇഷ്ടപ്പെടുന്ന, അവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് അതെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സിനിമയിലേക്ക് വന്നാൽ സിനിമയുടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കാഴ്ചശീലങ്ങൾ മാറി. ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണ്, പണ്ട് ഉപയോഗിച്ച മാതിരി ഒരുപാട് കാലം ഒരു സാധനം ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുന്നില്ല. യൂസ് ആൻഡ് ത്രോ എന്നുള്ളതാണ് നമ്മുടെ അല്ലേ. വീട്ടിലായാലും ഡ്രസ്സായാലും പോലും അങ്ങനെ തന്നെയാണ്, മൊബൈൽ വരെ അങ്ങനെയാണ് അല്ലേ, കുറച്ച് നേരം ഉപയോഗിച്ചാൽ കളയാന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ ആസ്വാദനം. കാണുക, മറക്കുക, അടുത്ത് കാണുക, വീണ്ടും കാണുക എന്നുള്ള. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. സർ, നമുക്ക് പണ്ടൊക്കെ ഈ സർ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണെന്ന് എനിക്കറിയാം. അപ്പം ശരിക്കും പണ്ടൊക്കെ ആണെങ്കിൽ ഒത്തിരി നോവലൊക്കെ ഫിലിം ആയിട്ടുണ്ട്. സാറിൻ്റെ മനസ്സിലെ അങ്ങനെ ഏതെങ്കിലും ഒരു നോവലുണ്ടോ ഫിലിം ആക്കണം എന്നോ? അയ്യോ, ഒരുപാടുണ്ട്. അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാവും. ഞാൻ എന്തായാലും സാറിന് മനസ്സിനോട് ഇഷ്ടപ്പെടുന്ന ഒരു, അതായത് അത് പല രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് ഒരു നോവൽ വായിച്ചിട്ട് അത് സിനിമയാക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് സിനിമയാക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള നോവലുണ്ട്. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം, അത് എല്ലാവരും ഇപ്പോൾ ശ്യാംപ്രസാദിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, സിബി മലയിലോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഏത് ഫിലിം മേക്കറോട് ചോദിച്ചാലും പറയും ഖസാക്ക് സിനിമയാക്കിയാൽ രസമുണ്ടാവും. പക്ഷേ അതൊരു സ്വപ്നമാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഒരു ജനറേഷൻ ആ നോവൽ വായിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ടായ ഒരു ദൃശ്യത്തിൻ്റെ ഒരു വല്ലാത്ത സാധ്യതകളുണ്ട്. അതൊരു സിനിമയിലേക്ക് ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ല. പക്ഷെ അതൊരു സ്വപ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഖസാക്ക്, മയ്യഴിപ്പുഴ തീരങ്ങളിൽ, അത്തരം നോവലുകൾ അതൊരു പക്ഷേ ഒരു മലയാളി ഒരു കാലഘട്ടത്തിൻ്റെ വായനയെ അടയാളപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഇതൊക്കെ. അത് ദൃശ്യത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മീഡിയത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അതായിരിക്കും ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം കിട്ടുമെന്ന് എനിക്കറിയില്ല. അല്ല, സെല്ലുലോയിഡ് പോലെ. അതെ, സെല്ലുലോയിഡ് പോലെ ഞാനിപ്പോൾ ചെയ്യാൻ ഒരു സിനിമ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാധവിക്കുട്ടിയുടെ ജീവിതമാണ്. മാധവിക്കുട്ടി നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. ഇതേപോലെ എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരിയായ എഴുത്തുകാരിയാണ്. അവരുടെ ജീവിതം തന്നെ നമുക്ക് ഇപ്പോഴും വായിക്കുന്ന ഓരോരുത്തർക്കും മാധവിക്കുട്ടി ഓരോന്നാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് മാധവിക്കുട്ടിയെ കാണുന്നത്. ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകളെ ഒരുപാട് പേര്. അപ്പോൾ മാധവിക്കുട്ടി എന്തായിരുന്നു? മാധവിക്കുട്ടി കമല സുരയ്യയായി മാറിയപ്പോൾ എന്തായി? അവരുടെ മനസ്സെന്തായിരുന്നു? അവരെങ്ങനെയാണ് അതിനെ കണ്ടത് എന്നുള്ളത് ഒരു സിനിമയായിട്ട് ഇപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിരക്കഥയിലാണ് ഞാൻ സത്യത്തിൽ. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഡ്രീം സിനിമ. അത് സിനിമ ആവുകയാണെങ്കിൽ നായിക ആരായിരിക്കും സർ? അത് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാബാലനെയാണ്. വിദ്യാബാലനായിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള ഫസ്റ്റ് ടോക്കൊക്കെ കഴിയുകയും ചെയ്തു. അപ്പോൾ അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് അതിൻ്റെ അത് അവർ തന്നെ ആവണമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം അവരുടെ ഡേറ്റും കാര്യങ്ങളും പിന്നെ മലയാളത്തിലേക്ക് ഇപ്പോൾ അവരുടെ താരമൂല്യം വെച്ച് നമുക്ക് മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ലെങ്കിലും അവരാണ് ഫസ്റ്റ് ചോയ്സ്. ഓക്കെ ചേച്ചി, എൻ്റെ ആഹാരമൊക്കെ ഇഷ്ടമായി. പിള്ളേരിപ്പം സാറിൻ്റെ ഇപ്പം മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞു അല്ലേ? കല്യാണം കഴിഞ്ഞു, അവൻ സിനിമ സംവിധാനം ചെയ്തു. ഓ, അത് ശരി. വീട്ടിലെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. ഇപ്പൊ ചേച്ചി ശരിക്കും ഒരു അമ്മായിയമ്മയൊക്കെ ആയിട്ട്, അമ്മായിയമ്മയുടെ റോൾ എങ്ങനെയുണ്ട്? മോളാണോ മരുമോളാണോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. മോളും മരുമോളും ഒക്കെയാണ്. ആണോ? എല്ലാം കൂടെ ചേർന്നാണ്. ഇപ്പൊ വീട്ടിൽ പറഞ്ഞ മരുമോളാന്നോ ചേച്ചിയാന്നാ നോക്കുന്നത്? അതൊക്കെ ഞാൻ തന്നെയാണ്. ആണോ? അതിനുള്ള ആയില്ല അല്ലേ ചേച്ചി? കുറച്ചുകൂടെ ഒന്ന് ആയിട്ട് ചേച്ചി വിട്ടുകൊടുക്കാന്ന് വിചാരിച്ചു. 3 പിള്ളേരല്ലേ സാർ? 2 പിള്ളേർ. ഓക്കെ. മോള് മാരേജ് കഴിഞ്ഞ് ദുബായില്. മോന് ഇപ്പം ഏത് ഫിലിമാ സാർ ഡയറക്ട് ചെയ്തത്? 100 Days of Love. ചേച്ചി, വീട്ടിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെ? നമുക്ക് സാറിന് ഇപ്പം പ്രത്യേക രീതിയിൽ ഫുഡ് ഉണ്ടാക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേക രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മള് നാടൻ ഫുഡ്, എല്ലാ ഫുഡും നാടൻ ഫുഡാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നതാ? ദോശയാണോ, ചോറാണോ, ചപ്പാത്തിയാണോ? ദോശയും ചപ്പാത്തിയും ഒന്നും അല്ല, പത്തിരി, ഇടിയപ്പം, പുട്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ. ഉച്ചയ്ക്കോ ചോറ്? ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം ചപ്പാത്തി. ഓ, അതിന് ചേഞ്ച് ഒന്നുമില്ല. ആഹാര കാര്യത്തിൽ വാശി പിടുത്തം വല്ലതും ഉണ്ടോ? ഉണ്ട്. ഇച്ചിരി നമ്മള് പുതിയ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് കൊണ്ടുവച്ചാല് എനിക്ക് ഇഷ്ടം. അത് മാനസികമായിട്ട് അതുമായിട്ട് ചേരണം. എന്നാ കഴിച്ചു നോക്കിയിട്ട് പറയല്ല. ഇല്ല. ഇപ്പൊ ഞാൻ പനീർ, മഷ്റൂം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മള് കുക്ക് ചെയ്യും വൈകിട്ട് ചപ്പാത്തിക്ക്. പക്ഷെ അതൊന്നും ഇഷ്ടമല്ല, ടേസ്റ്റും ചെയ്യില്ല. അത് സാർ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ടേസ്റ്റ് ചെയ്യാതെ എങ്ങനെ പറയാൻ പറ്റും? ടേസ്റ്റ് ചെയ്യാതെ അങ്ങനെയല്ല, എനിക്ക് കാണുമ്പോൾ തന്നെ എന്താ പറയുക, കറി കഴിക്കണമെന്ന് തോന്നണം. അതെനിക്കറിയില്ല എന്താ കാരണം. അത് പലപ്പോഴും എന്താ അറിയോ, സ്ഥിരം ചില സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓംലെറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും ഞാൻ കഴിക്കും. അതിപ്പം രാവിലെ കൊടുത്താൽ തന്നാലും കഴിക്കും, ഉച്ചയ്ക്ക് തന്നാലും കഴിക്കും, വൈകിട്ട് തന്നാലും കഴിക്കും, രാത്രി എപ്പോൾ ആണെങ്കിലും തരും. അതറിയാം. അപ്പോൾ ഞങ്ങൾ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ. അത് മുട്ട എന്ന് പറയുന്ന സാധനം ബേസിക്കലി ഇഷ്ടമാണ്, മഷ്റൂമിനോട് ഇഷ്ടമല്ലായിരിക്കും. അതുകൊണ്ട് ആദ്യമേ അതങ്ങ് തള്ളത്ത കണ്ടോ. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? അപ്പോൾ മഷ്റൂം കൊണ്ട് വെക്കും, അതിൻ്റെ ഒപ്പം തന്നെ എഗ്ഗ് ബുർജിയോ അല്ലെങ്കിൽ എഗ്ഗ് വെച്ചിട്ട് എന്തെങ്കിലും എഗ്ഗ് വെച്ചിട്ട് ഇഷ്ടമുള്ളത് അതും കൂടെ കൊണ്ടുവെക്കും. അപ്പോൾ രണ്ടും വെക്കും, അപ്പോൾ രണ്ടും കഴിക്കും ഞാൻ. അതൊരു എന്താ പറയുന്നത്, അത് കഴിപ്പിക്കാൻ വേണ്ടി പിള്ളേരെയൊക്കെ മുട്ടായി കാണിച്ച് ചോറ് കൊടുക്കുന്ന മുട്ടല്ല. അത് ഇഷ്ടമല്ലെങ്കിലും നമ്മൾ എത്ര നിർബന്ധിച്ചാലും കഴിക്കില്ല.
ഇല്ല. അങ്ങനെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഈ ചേച്ചി ഇങ്ങനെ പരീക്ഷണമൊക്കെ ചെയ്യുമ്പോഴേ നമ്മള് ഹെൽത്ത് കോൺഷ്യസ് ആന്നൊക്കെ ചേച്ചി പറഞ്ഞല്ലേ, ആഹാര കാര്യത്തിൽ ഈ മുട്ടയൊക്കെ കൊടുക്കുന്നോട് ചോദിച്ചാ കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്യാം. എഗ് വൈറ്റ് മാത്രമേ യെല്ലോ പണ്ടേ പോലെ കഴിക്കില്ല. യെല്ലോ മുമ്പേ തുടങ്ങി നമ്മള് കഴിക്കില്ല. ഇല്ല. വൈറ്റ് മാത്രമേ കഴിക്കൂ. അപ്പൊ യെല്ലോ ഒക്കെ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി ചെടിക്ക് ഒഴിച്ചു കൊടുക്കും. ശരി, ചേച്ചിയുടെ ഈ ഗാർഡനിങ്ങും അല്ലെങ്കിൽ ഒരു ഗ്രഹനാഥൻ എന്ന നിലയിൽ സാറിന്റെ ഒരു പങ്ക് എന്നതാ? ഗാർഡനിങ് അങ്ങോട്ടൊന്നും വരാറില്ല, എന്നാലും പൂവ് അതൊക്കെ കാണുമ്പോ ഇങ്ങനെ വന്ന് നോക്കും. അത്രേ ഉള്ളൂ. അപ്രിസിയേഷൻസ് ഒന്നുമില്ലേ? അതൊക്കെ പറയും. അതൊക്കെ പറയും. പച്ചക്കറി തോട്ടം തുടങ്ങിയപ്പോ സാർ തുടങ്ങിയപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് തുടങ്ങണം, ഇത് എന്തായാലും ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട, നമുക്ക് തുടങ്ങാന്നൊക്കെ പറഞ്ഞു. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ മാത്രമായി. പിന്നെ അതുപോലെ ആയോ? തുടക്കം മാത്രമേ ഉള്ളൂ ചേച്ചി. അത് അതിന് വേറെ തമാശ കൂടി ഉണ്ട്. അതായത് ഞങ്ങള് കുറച്ച് പറമ്പുണ്ട്, ഫാമിലി ആയിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിച്ച കുറച്ച് കൃഷി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇതേപോലെ ശ്രമം നേരത്തെ നടത്തി നോക്കി, ഒരു 10-20 വർഷം മുമ്പ് അല്ലേ. പച്ചക്കറിയൊക്കെ പശുവിനെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കുറേ ഇതൊക്കെ ആളെയൊക്കെ നിർത്തിയതൊക്കെ തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടു, എൻ്റെ ഇൻട്രസ്റ്റ് പോയി. പിന്നെ വൈഫ് കോളേജിൽ പഠിപ്പിക്കണമായിരുന്നു. അപ്പം അന്നൊന്നും ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോളേജ് രാവിലെ എണീറ്റ് കോളേജ് പഠിപ്പിക്കുമ്പോൾ വൈകുന്നേരം വരും. അങ്ങനെ നമ്മള് ആ ഒരു തിരക്കിൽ പെടും. അപ്പോൾ അത് മുഴുവനും വിട്ടു. സാർ ചേച്ചി വർക്ക് ചെയ്തിരുന്നു. ഏത് കോളേജില്? ഞാനവിടെ MES കോളേജില് കൊടുങ്ങല്ലൂര്. ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. ഓ അത് ശരി. അപ്പൊ പിന്നെ നമ്മള് എന്നാ പറയുന്നത്, ടീച്ചറായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വർത്താനം വരികയില്ല. അതെന്നാന്നറിയോ, അത് പോകുന്നില്ല. എന്നാന്നോ, അത് ചോരയിൽ ഇങ്ങനെ ഉള്ളതല്ലേ. അതുകൊണ്ട് ഈ പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം കളയാൻ നോക്കുകയല്ല, കോട്ടയോ കളയാൻ നോക്കാത്തൊരവസ്ഥയാ. രണ്ടുപേരും ഇങ്ങനെ ഒട്ടും വന്നിട്ടില്ല. ഇച്ചിരിയൊക്കെ മാറി തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഷോ കണ്ടപ്പോ ഞങ്ങൾ അത് പോകുന്നില്ല. എന്നാലും സാർ ഇവിടെ എൻ്റെ എന്നാ പറയുക ആനീസ് കിച്ചണിൽ വന്ന് ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നാ പറയുന്നത്, എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ഇവിടെ ഞാൻ ഇരിക്കുന്ന ഈ ഡയസിൽ റിയലി താങ്ക്ഫുൾ ടു യു സർ. ശരിക്കും താങ്ക് യു വെരി മച്ച്. സാർ ഇവിടെ വന്നു, നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഇന്ന് കുറച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ച് ജാടയും കൂടെ ഉണ്ടോ എന്ന് എനിക്ക് തന്നെ ചെറുതായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാ ചെയ്യാനാ, സാറിൻ്റെ വിശേഷങ്ങൾ കേട്ടു. നമ്മുടെ ചിക്കൻ കറിയും നീർദോശയെല്ലാം സാർ കഴിച്ചു. നല്ല അഭിപ്രായമാണ് പറഞ്ഞേ. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ ഗസ്റ്റുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.